വ്യൂവേഴ്സ്, ഇന്ന് വൈകിട്ടായപ്പോൾ ഞങ്ങൾക്കൊരു കല്യാണ ഫംഗ്ഷൻ ഉണ്ട്. അതിന് ഞങ്ങൾ പോകാൻ തയ്യാറാണ്. മോൾ റെഡി ആവുന്നുണ്ട്. ഒരുങ്ങിയിട്ട് കാണാം. ഹായ് ഓൾ. അപ്പോൾ ഇന്ന് ഒരു സൺഡേ ഈവനിങ് ആണ്. സൺഡേ ഈവനിങ്ങിൽ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാ കണ്ടോ, ഞാനൊരു ഹാഫ് സാരി ആണ് ഉടുത്തേക്കുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മയുടെ കസിൻ്റെ മോളുടെ കല്യാണമാണ്. എനിക്കറിയാവുന്നതിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്നൊരു ഫസ്റ്റ് ഇൻ്റർകാസ്റ്റ് മാരേജാണ്. പുള്ളി പുറത്തുള്ളതാണ്, എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിലുള്ളതാണോ, എനിക്ക് എവിടെ നിർത്തില്ല. പക്ഷെ പുള്ളിയെ കാണാൻ ഒരു കൊറിയൻ ലുക്കാണുള്ളത്. പോയിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. സോ ഇതാണ് എൻ്റെ ഹാഫ് സാരി. പാകത്ത് എൻ്റെ ഉമ്മയും ഉമ്മുമായും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം. നമുക്ക് പോവണ്ടേ? പോവാം. ഉമ്മയുടെ ആരുടെ കല്യാണ? എൻ്റെ കസിൻ്റെ മോളുടെ കല്യാണമാണ്. പോയിട്ട് വരാം. ഓക്കെ. അപ്പൊ ഇവിടെ അടുത്താണ് കല്യാണം. അതുപോലെ എൻ്റെ ഉമ്മമായി കണ്ടോ? എന്താ നല്ല ചിരി. അടുത്ത് ഒരു 10 മിനിറ്റ് ഓട്ടേ പോലുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം. അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നു. ഞാനാണെങ്കിൽ എൻ്റെ പ്രായത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഫാമിലിയും കൂടെ ഫസ്റ്റ് ബെഞ്ചസ് പോലെ ഫസ്റ്റ് സീറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ DJ ഒക്കെ കേട്ടിങ്ങനെ ഞങ്ങൾ ചുമ്മാ ചില്ല് ചെയ്യായിരുന്നു. പെണ്ണും വരാൻ കുറച്ച് താമസിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്യാമറാമാൻ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, എൻ്റെ ഉമ്മയുടെയൊക്കെ കുറച്ച് ഫോട്ടോസ് എടുത്തായിരുന്നു. ഞാൻ അന്നേരം തൊട്ട് ആ ക്യാമറാമാൻ്റെ അത് മേടിച്ചെടുക്കണമെന്ന് കരുതി ഇരിക്കുകയാണ്. വീഡിയോസിലും റീൽസിലൊക്കെ കൊറിയൻ സ്കിൻ, കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷേ ഇവരെ ആരും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്. ഞാൻ ആദ്യമേ നോക്കിയത് നമ്മൾ പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, ഇവരുടെ സ്കിന്നാണ്. എൻ്റെ പൊന്നി, ആ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെയായിരുന്നു. ഒരു പിമ്പിളോ പോർസോ ഒന്നുമില്ലായിരുന്നു. ഞാൻ കണ്ണുവെച്ചൊന്നും അല്ല, പക്ഷെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചതാ. നല്ല രസമായിരുന്നു എല്ലാവരും കാണാൻ. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതാണ് നൗഫിയത്ത ബ്രൈഡ്. ഇവരെല്ലാവരും വർക്ക് ആൻഡ് സെറ്റിൽഡ് പുറത്താണ്. എനിക്ക് ആ റെഡ് ലെഹങ്ക ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഓർണമെൻറ്റ്സും വെയർ ചെയ്തിരിക്കുന്ന രീതിയും പുള്ളിക്കാരിക്ക് അത് ഒത്തിരി ചേരുന്നുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ലെഹങ്കാസ് അത്ര ഇഷ്ടമില്ല, പക്ഷെ ഇത് അടിപൊളിയായിരുന്നു. പേര് നെൽസൺ എന്നാണ്. സ്വദേശം USA ആണ്. Marriage is not about caste, religion and country. It's about two people who love each other and want to സെക്ഷനും വെൽക്കമിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ആങ്കർ ലവ് ഈസ് ഓൺലി ബിറ്റ്വീൻ 2 people, കൺട്രി കാസ്റ്റ് ഒന്നും അല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഉമ്മയെടുത്ത് കേട്ടോ അങ്ങനെയൊക്കെയാണ് പുരോഗമന ആളുകൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. കാരണം ഇപ്പോഴും എൻ്റെ ഉമ്മയ്ക്ക് ചെറിയൊരു പഴയ ചിന്താഗതിയുണ്ട്, അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എല്ലാ കല്യാണങ്ങൾക്കും ഉള്ള പോലെ തന്നെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ആ DJ കാരൻ്റെ അടുത്തൊരു പുള്ളി നിൽക്കുന്നില്ല, ഒരു റെഡ് ബ്ലാക്ക് ഷർട്ട് ഇട്ട് പുള്ളി പാട്ടൊക്കെ പാടിയായിരുന്നു. പണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ ഉള്ള പുള്ളിയായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ ഈ DJയും ആ വെള്ളം തെറിക്കുന്ന ആ കളർഫുൾ ഡ്രം ഉണ്ടല്ലോ, ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ വിചാരം അത് മുമ്പ് ഞാൻ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. കാണുമ്പോൾ എൻ്റെ വിചാരം അതിനകത്ത് ഇങ്ങനെ അടിക്കുമ്പം എന്തോ പൊടിയാണ് ഈ പുറത്തോട്ട് തെറിക്കുന്നതെന്നായിരുന്നു എൻ്റെ വിചാരം. പക്ഷെ ഞാൻ ശരിക്കും നേരിട്ട് കണ്ടപ്പോഴാണ് അതിനകത്തുനിന്ന് വെള്ളമാണെന്നുള്ളത്. അത് അടിക്കുന്ന ചേട്ടനാണെങ്കിൽ ഒരു റോസ് ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് നിന്നിരുന്നത്. അത് ഫുള്ളും നനഞ്ഞു കുളിച്ചായിരുന്നു. ഞാൻ വിചിത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ വെള്ളം നിറച്ച് അതിനെ അടിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പിന്നെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുക രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് ബൊഫേ ആയിരുന്നു. അപ്പോൾ അതെടുക്കാൻ ഈ ക്യൂവിൽ നിൽക്കുകയാണ്. എൻ്റെ ഉമ്മയുടെ കയ്യിലാണ് ഫോൺ കൊടുത്തത്. പുള്ളിക്കാരിക്ക് ഫോൺ മര്യാദയ്ക്ക് പിടിക്കാനേ അറിയത്തില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിൽ എന്നെ അവിടെ കിട്ടി, അല്ലെങ്കിൽ ഇതേ ആപ്പൂപ്പൻ്റെ ചെവി മാത്രമായിരുന്നു എന്നെ വീഡിയോയിൽ കിട്ടുന്നത്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഒന്ന് വീഡിയോ എടുത്തിച്ചത്. ഞാൻ ഫ്രൈഡ് റൈസ് ആണ് മേടിച്ചത്. ഈ ബൊഫേ സിസ്റ്റം ഇഷ്ടമുള്ളവരുണ്ടോ? എനിക്കങ്ങനെ വലിയ ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെന്ന് നിന്ന് മേടിക്കുന്ന എനിക്കെന്തോ ഒരു ചമ്മലാണ്. പിന്നെ കഴിക്കണമെങ്കിൽ മേടിക്കണമല്ലോ, ഫുഡ് മുഖ്യമില്ലേ, അതുകൊണ്ട് ചെന്ന് നിന്ന് മേടിച്ചു.
അത്ത ഹായ് പറ. എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് കസിനാണ്. അവളുടെ പ്രായത്തിൽ ആരും ഇല്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ മാറിയിരുന്നു. അപ്പം ഞാനും കൂടെ ചെന്നിരുന്ന് പിന്നെ ഞങ്ങൾ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ മെയിൻ ലക്ഷ്യം ആ ക്യാമറമാനാണ്. പിന്നെ ലാസ്റ്റ് പുള്ളിയെ കണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജൊക്കെ അയച്ച് എങ്ങനെയും ഫോട്ടോ കിട്ടിയിട്ട് വേണം എനിക്കൊന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ചെറുക്കൻ്റെയും എൻ്റെ വക സ്പെഷ്യൽ ഡാൻസ് ഉണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് ഡാൻസൊക്കെ പഠിച്ച് ആ ഭാഷ അറിയത്തില്ലെങ്കിൽ പോലും പാട്ടിൻ്റെ ഓളത്തിന് ഡാൻസൊക്കെ കളിക്കുന്നതാണ് നല്ല രസമായിരുന്നു. ഞങ്ങളെല്ലാവരും സ്റ്റേജിന് മുന്നിൽ വന്ന് നിന്ന് എല്ലാവരും വന്ന് സ്റ്റേജിന് മുന്നിൽ നിന്ന് അത് കണ്ട് നല്ല രീതിയിൽ അവരെ ക്ലാപ്പൊക്കെ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. കാരണം പുള്ളിക്ക് എന്തായാലും ഭാഷ അറിയത്തില്ല, അന്യൊരു നാട്ടിൽ വരുമ്പോൾ നമ്മുടെ ക്ലാപ്പിലൂടെ അല്ലേ അവർക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുക. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നലെ രാത്രി വന്നപ്പോൾ നല്ല രീതിയിൽ ലേറ്റായി, 10:30 ആയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു വൈൻഡപ്പ് പോലെ ഒന്നും വീഡിയോയിൽ പറയാൻ പറ്റില്ല. ഇതിപ്പോൾ രാവിലെയായി. നല്ല രസമായിരുന്നു, കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. ഒത്തിരി സന്തോഷമായി എല്ലാവരും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.